ഏതായാലും അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം കൊണ്ട് പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. ഒരു നിലക്കും അത് നമുക്ക് വിസ്മരിച്ചുകൂടാ. മാത്രമല്ല, നാളെ ഗൾഫ് നാടുകളിലൊക്കെ നാളെ വ്യാഴാഴ്ച ബറാഅത്ത് രാവും മറ്റന്നാള് നോമ്പ് സുന്നത്തുള്ള ദിവസവും കൂടിയാണ്. റേഡിയോ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് റമളാൻ കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ ശഅബാൻ. റമളാനിന്റെ ഒരു മുന്നൊരുക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് പറയാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് റജബുൻ ഷഹറുല്ലാഹ് വശഅബാൻ ഷഹരി എന്ന്, റമളാൻ ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസമാണെങ്കിൽ ശഅബാൻ അത് എന്റെ മാസമാണ് എന്നാണ് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ആ ഒരു മാസത്തിന്റെ പകുതിയിലേക്കാണ് നമ്മൾ നാളെ അല്ല മറ്റന്നാൾ കാലെടുത്ത് വെക്കാനുള്ളത്. തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരുടെയും റിസ്ഖൊക്കെ അവന്റെ കാര്യങ്ങളൊക്കെ കണക്കാക്കുന്ന ഒരു രാത്രിയാണ്, ഒരു രാവാണ് ഈ പരിശുദ്ധമായ ശഅബാൻ 15. അതിന് ഒരുപാട് പവിത്രകളുണ്ട് എന്ന് മാത്രമല്ല, മുൻകഴിഞ്ഞ നമ്മുടെ മഹാന്മാരായ ആളുകളൊക്കെ അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ കാനത്ത് ലൈലത്തുൻ മിൻ ശഅബാന അഅ്താ ലികുല്ലി മലക്കിൻ സഹീഫ എന്ന്. ശഅബാൻ 15 ആയാൽ മലക്കുൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഏട് കൊടുത്ത് ഓരോരോ ഡ്യൂട്ടിയും കാര്യങ്ങളും അതിൽ നിർവഹിക്കുകയാണ്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മലക്കുകളൊക്കും ഇത്. അതേ രീതിയിലാണ് നമ്മുടെയൊക്കെ അജല്, നമ്മുടെയൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തി റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് നൽകുന്ന ഒരു രാത്രി. മഹത്തുക്കളായ ആളുകളൊക്കെ, മഹാന്മാരായ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കുകയും തന്റെ ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടി അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അന്ന് കണക്കാക്കുമ്പോൾ ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ 15 വരെ റൂഹിനെ പിടിക്കേണ്ട ആളുകളുടെയൊക്കെ ലിസ്റ്റ് റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്ത് അസ്രായീലിന് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ യാസീൻ ഓതുക എന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ അതൊരു വരാത്ത രാവ് എന്നൊക്കെ അതിനെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. മുൻകഴിഞ്ഞു പോയ വലിയ മഹത്തുക്കളായ ആളുകളൊക്കെ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ആ വഴിക്ക് ചിന്തിക്കലാണ് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏറ്റവും നല്ലത്. മാത്രമല്ല, മഹദി ആയിഷ ബീവിയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രാത്രിയിൽ കിടന്നുറങ്ങിന ചരിത്രത്തിൽ കാണാം. ഉറക്കുറങ്ങി കുറച്ചു ഉറങ്ങി ഉണർന്നു നോക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ആയിഷ ബീബി ആകെ ചിന്തിച്ചു. സ്ത്രീകൾക്ക് പൊതുവെ ഒരു പെട്ടെന്നിന് അവരുടെ മനസ്സ് അങ്ങനെയല്ല, പെട്ടെന്നിനൊരു മാറ്റം വരുന്ന അവസ്ഥയാണ്. ആയിഷ ബീബി ചിന്തിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് അർഹതപ്പെട്ട ഇന്നത്തെ രാത്രി എന്നെ വഞ്ചിച്ചിട്ട് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ എന്ന് ആയിഷ ബീബി ചിന്തിച്ചു എന്ന് കാണാം. പക്ഷെ ആയിഷ ബീബിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആയിഷ ബീബി എഴുന്നേറ്റ് കുറച്ചങ്ങനെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരേക്ക് അങ്ങ് നോക്കിയപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ഉടനെ മഹദി ആയിഷ ബീബി ചിന്തിച്ച്, എനിക്ക് വന്ന ഈ സംശയം ഇനി റസൂലുള്ള അറിയണ്ട, ഞാൻ ഈ ചെയ്ത് ഇങ്ങനെ നടന്ന് തെരഞ്ഞത് റസൂലുള്ള അറിയണ്ട എന്ന് കരുതി പെട്ടെന്നിന് തിരിച്ച് പെട്ടെന്നിന് വന്ന് ഇവിടെ കിടന്നു എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എത്തി.
അപ്പൊ ആയിഷ ബീബി ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടപ്പോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീബിയോട് ചോദിച്ചു, എന്താണ് കിടക്കുന്നത്? ഉറങ്ങണ സമയത്ത് ഉറക്കൽ എന്ത് കിതപ്പാണ് എന്ന് മഹദി ആയിഷ ബീബിയോട് ചോദിച്ച്. ഉറങ്ങുമ്പോൾ കിതപ്പില്ല, നമ്മൾ സാധാരണ കിടക്കലും മറ്റെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ മറ്റൊക്കെ ചെയ്തിട്ട് അത് ഉറങ്ങുമ്പോ എന്ത് കിതപ്പാണ് എന്ന് ചോദിച്ച സമയത്ത് മഹദി ആയിഷ ബീബി പിന്നെ മറച്ചു വെക്കൂല. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പറ്റൂല. ആയിഷ ബീബി സംഗതി പറഞ്ഞ്, റസൂലല്ലാഹ്, നമ്മൾ ഒന്നിച്ച് കിടന്നതാണ്. എന്നിട്ട് എഴുന്നേറ്റ് എന്റെ ഉറക്കിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ നബിയെ അങ്ങയെ കാണാനില്ല. എനിക്ക് തീർച്ചയായിട്ടും സംശയം വന്നു, നബിയെ എന്നെ വഞ്ചിച്ചിട്ട് നിങ്ങൾ മറ്റു ഭാര്യമാരോടത്തേക്ക് പോയോ എന്നെനിക്ക് സംശയം വന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി നടന്ന് കുറച്ചങ്ങ് എത്തിയപ്പോൾ റസൂൽ അങ്ങോട്ട് തിരിച്ചു വരുന്നതായിട്ട് ഞാൻ കണ്ട്. ഇനി റസൂൽ അത് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് ഓടി, നബിയെ അതിന്റെ കിതപ്പാണ് എന്ന് മഹദി ആയിഷ ബീബി അഷ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മഹദി ആയിഷ ബീബിയോട് പറയുകയാണ്, യാ ആയിഷ, ഇന്നത്തെ രാത്രി ഏതാണെന്ന് നിനക്കറിയുമോ? ഏതാണ് ഇന്നത്തെ രാത്രി? ഹാദാൻ ഇസ്ഫു ഷഅബാൻ, ഇന്ന് ഷഅബാൻ 15 ഇന്ന് ഷഅബാൻ 15 മാത്രമല്ല, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ എണ്ണത്തിനനുസരിച്ച്, ആടുകളുടെ എണ്ണത്തിന്റെ രോമത്തിന് എന്ന അഭിപ്രായമാണ് കൂടുതലുള്ളത്. ആ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് മനുഷ്യരുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ്, രാത്രിയാണ് ഇന്ന് ആയിഷ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീബിയോട് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് പിന്നെ രാത്രി പോയത് എന്നും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ പോയത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യാനായിരുന്നു ആ പാതിരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. അങ്ങനെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീബിയോട് ഈ സംഗതി വിശദീകരിച്ചു. ആ ഷഅബാൻ 15 പ്രത്യേകതയും അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് ചെയ്തു പോയ പാപങ്ങൾ റബ്ബിനോട് ചോദിച്ചാല്, റബ്ബിനോട് കേണപേക്ഷിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയും കൂടി ആണ് ഷഅബാൻ 15 എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീബിയോട് വിശദീകരിച്ചു. അപ്പൊ നമ്മൾ നോക്കണം, ഏറ്റവും കൂടുതൽ അക്കാലത്ത് ആടുകൾ ഉണ്ടായിരുന്നത് കൽബ് ഗോത്രക്കാർക്കായിരുന്നു. അവരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണമനുസരിച്ച്, അപ്പൊ ഒരാടിന് തന്നെ എത്രത്തോളം രോമങ്ങൾ ഉണ്ടാകും, അത്ര അനുസരിച്ച് അള്ളാഹുവിന്റെ അടിമകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയും കൂടിയാണ് ഷഅബാൻ 15. അപ്പൊ അതിനിക്ക് വളരെ പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യമുള്ള രാത്രിയാണ് ആ രാത്രി. നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഈ ഒരു രാത്രിക്ക് വളരെ പ്രാധാന്യം ആളുകൾ കൊടുത്തിരുന്നു. സത്യത്തിൽ അന്ന് രാത്രികളിൽ മിക്ക വീടുകളിലും ഉറങ്ങാറില്ല. ഇബാദത്തിലായിട്ടും സുന്നത്ത് നിസ്കാരത്തിലായിട്ടും കഴിച്ചുകൂടുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷേ പഴയ കാലത്തെ അപേക്ഷിച്ച് അത്രയൊന്നും എവിടെയും ഇന്ന് കാണപ്പെടുന്നില്ല. ഇന്ന് പുത്തനാശയക്കാരുടെ കെണിയിൽപ്പെട്ട് അതുപോലെയുള്ള കാസറ്റുകളും മറ്റും കേട്ട് അതിന് തെളിവില്ല എന്നും ഖുർആനിലില്ല, ബുഖാരിയിലില്ല, മുസ്ലിമിലില്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ ഇത്തരത്തിലുള്ള നല്ല വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിട്ടാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ടത്, സുന്നത്ത് ജമാഅത്തുൽ ഉലമ നമ്മളൊക്കെ ചെയ്യേണ്ടത്, ഗൾഫ് നാടുകൾ ജീവിക്കുന്ന നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, തന്റെ വീട്ടുകാരോട് ഇതിന്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അസ്റിന് ശേഷം ഓതാനുള്ള യാസീനുകൾ ഓരോ നിയ്യത്ത് ഓരോരോ കാര്യത്തിനും ആദ്യം പറഞ്ഞത് ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടി അതേ നിയ്യത്ത് മനസ്സിൽ കരുതി
ഇത്തരം വിഷയങ്ങൾ ആദ്യം അവർക്ക് നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് ഇതിന്റെ മഹത്വങ്ങളും ഇതിന്റെ പ്രത്യേകതകളും എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചരിത്രവും മഹദി ആയിഷ ബീവിയുടെ ആ ചരിത്രവും അത്രയും വിഷയങ്ങൾ നമ്മൾ ആദ്യം അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്നിട്ട് വെറും 3 യാസീൻ അങ്ങോട്ട് ഓതുന്നതിനൊക്കെ പകരം ആ നിയ്യത്തോട് കൂടി പടച്ചറബ്ബ എന്റെ ആയുസ്സിന് നീട്ടിക്കിട്ടണം എന്ന ആ ഒരു നിയ്യത്ത് മനസ്സിൽ കരുതി ആ യാസീൻ ഓതുകയും അതുപോലെ തന്നെ പടച്ചവന് എന്റെ റിസ്ഖ് വിശാലമാകാൻ എന്ന അത് ആ ഒരു നിയ്യത്തോടു കൂടി അടുത്ത 2ാമത്തെ യാസീനും അതുപോലെ തന്നെ 3ാമത്തെ യാസീന് തന്റെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ഉണ്ടാകാം. ഏത് വിഷയത്തിലും നമുക്ക് ബർക്കത്തില്ലാത്ത ഏത് വിഷയം ഉണ്ടായിട്ടും കാര്യമില്ല ബർക്കത്തില്ലാതിരുന്നാൽ. ഏത് കാര്യം, ചില ആളുകൾക്ക് നല്ല ശമ്പളം ഉണ്ടാവും, നല്ല ശമ്പളം വാങ്ങുന്ന ആളുകളായിരിക്കും, പക്ഷെ അവനക്ക് ഒന്നിനും തികയുന്നില്ല, എവിടേക്കും അവൻ എത്തുന്നില്ല. കൊല്ലങ്ങളായി അവൻ അധ്വാനിക്കുന്നുണ്ട്, നല്ല ശമ്പളം വാങ്ങുന്ന ആളാണ്, എവിടേക്കും എത്തുന്നില്ല. കാരണം എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് ചെയ്തിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അതിൽ ബർക്കത്ത് ചെയ്തിട്ടില്ല. ആ ബർക്കത്ത് ചെയ്യാത്ത കാലത്തോളം അവൻ എത്ര അധ്വാനിച്ചിട്ടും എത്ര പണം അവനക്ക് കിട്ടിയിട്ടും അതുകൊണ്ടൊന്നും അവന് തികയുകയില്ല. മാത്രമല്ല, അവൻ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നു എന്നല്ലാതെ ഒരു സ്ഥലത്തേക്കും അവൻ എത്തിപ്പെടുന്നുമില്ല. കാരണം അതിൽ ബർക്കത്തില്ല എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഏത് വിഷയത്തിലായാലും വേണം. അത് തന്റെ സ്വത്തിലായാലും തന്റെ കച്ചവടത്തിലായാലും തന്റെ ജോലിയിലായാലും തന്റെ മറ്റ് മക്കളിലായാലും ഏത് വിഷയത്തിലും ബർക്കത്തിനെ തരുക എന്ന റബ്ബിനോട് ബർക്കത്ത് വേണം. കിട്ടുന്ന ഏത് വിഷയത്തിലും ബർക്കത്തില്ലാതിരുന്നാൽ പിന്നെ അതുകൊണ്ടൊരു മൻഫഅത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ദുഖാൻ, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈനി അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ചില ആളുകൾക്ക് മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് റൂമിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ആളുകൾക്ക് മനസ്സിലാകുമെങ്കിലും സാധാരണക്കാര് ഇപ്പൊ നാളെ ബഹുമാനപ്പെട്ട നമ്മളെ കിസ് നടത്തുന്ന ഉസ്താദ് മുഅവ്വിദത്തൈനിനെ പറ്റി ചോദിച്ചപ്പോൾ ആരാ വേറെന്താവെന്ന് അവിടെ അടിച്ചുവിടുന്നത് കണ്ട്. അപ്പോൾ ഒരു പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, തെറ്റിദ്ധരിക്കരുതാരും. ഇത് ഇശാ മഗ്രിബിന്റെ ഇടയിലും ഓതുവാനും പ്രിയപ്പെട്ട സുഹൃത്ത് എന്താണ് കമാല, നല്ല ഐക്കണുകൾ ഒഴിവാക്കിയിട്ട് പൂക്കളുകൾ വിടുക, ഒരു ഇസ്ലാമിക ക്ലാസ് റൂമിന്റെ മാന്യത കാത്തു സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായിട്ട് പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇപ്രകാരമൊക്കെ ചെയ്യാന് നമ്മുടെ ബന്ധപ്പെട്ട മക്കളോട്, ഭാര്യയോട്, മറ്റ് സഹോദരിമാരോട് അല്ലെങ്കിൽ സഹോദരന്മാരോടൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അതിനു ശേഷം ഒരുപാട് ദുആകൾ, അറബിയിൽ എല്ലാ ആളുകൾക്കും ദുആ ചെയ്യാൻ അറിഞ്ഞോളണമെന്നില്ല. നമ്മൾ ഏടുകളിലൊക്കെ കാണുന്ന ആ ദുആ ചൊല്ലുകയും അതിന്റെ പുറമെ അറബിയിൽ തന്നെ ദുആ ചെയ്യണമെന്നില്ല. നിസ്കാരത്തിലൊന്നും അല്ലല്ലോ നമ്മൾ. അപ്പൊ നിസ്കാരത്തിൽ മാത്രമേ അറബിയിൽ മാത്രം പറ്റുകയുള്ളൂ എന്ന ഒരു നിയമമുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ പറയുന്ന സൂറത്തുകളും കാര്യങ്ങളൊക്കെ ഓതി ഈ വക മനസ്സിൽ ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി റബ്ബിനോട് അങ്ങോട്ട് ദുആ ചെയ്യുക. ഇന്ന് ഏറ്റവും കൂടുതൽ അള്ളാഹു അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ആ രാത്രി. അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാല് ഏതായാലും റബ്ബ് സുബ്ഹാനഹു വ തആല കരങ്ങൾ മടക്കൂല. പക്ഷെ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ചോദിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരല്പം, ഏത് വിഷയം അങ്ങനെയാണ്, ഗുഹയിൽ കുടുങ്ങിയ ആളുകളെ ചരിത്രം അങ്ങനെയല്ല. അവർ ചെയ്ത അമല് മുന്നിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി. ബനൂ ഇസ്രായേൽപ്പെട്ട 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങി അവരെ രക്ഷപ്പെട്ടത്, അവര് ദുആ ചെയ്തത്
അവർ ചെയ്ത അമലുകൾ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബ് സ്വീകരിച്ചു. പാറ നീങ്ങി അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഹലാലായിരിക്കണം ഏത് വിഷയവും. ഹലാലിലൂടെ ആയിരിക്കണം അത് ഏത് വിഷയവും. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ അബൂ ദുജാന, എന്താണ് ഇത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലായിരുന്നു. എന്റെ വീട്ടിൽ ഒരു ഭക്ഷണമില്ല. എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യത്താൽ വല്ലാതെ കരഞ്ഞുപോയിട്ടുണ്ട്. വല്ലാത്ത കരച്ചിൽ എന്റെ മക്കൾ കരഞ്ഞ്. എന്റെ അടുത്താണെങ്കിൽ ഒന്നും കൊടുക്കാനില്ല. ഞാനൊരു പണി ചെയ്തു റസൂലെ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് അടുപ്പിൽ അങ്ങോട്ട് വെച്ച്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ച്, എന്നിട്ട് അതിന്റെ തായങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരുന്നു ഞാന്. ഇത് കണ്ടപാടെ എന്റെ മക്കൾ കരച്ചിൽ നിർത്തി. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ പിതാവ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ഇപ്പൊ റെഡിയാവുമല്ലോ. സാധാരണ നമ്മളൊക്കെ പിന്നെ അല്ല, ഭക്ഷണം ഇല്ലായിട്ടല്ല, കുട്ടികളെ കരയാതിരിക്കാൻ നമ്മളൊക്കെ ചില ഐഡിയകളൊക്കെ എടുക്കുന്നത് പോലെ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചെയ്ത പണി, പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് തീ എങ്ങനെ കത്തിച്ച്. മക്കൾ കരച്ചിൽ നിർത്തി, മക്കൾക്ക് ആശ്വാസമായി. മഹാനായ അബൂ ദുജാന റളിയല്ലാഹുവിന് പറയാണെന്ത്, എന്റെ മക്കള് അങ്ങനെ അത് ഉറക്കം വരുന്നത് വരെ ഇവരിങ്ങനെ ഇതിപ്പോ ആവുമല്ലോ എന്നിങ്ങനെ അരികത്തിരുന്ന്, എന്റെ മക്കൾക്ക് ഉറക്കം വരുന്നത് വരെ ഞാനന്ന് തീ കത്തിച്ചുകൊണ്ടിരുന്ന്, കുറച്ചൊക്കെ കുറെ ഉണ്ട് കത്തിച്ചപ്പോ എന്റെ മക്കൾ ഉറങ്ങി. അങ്ങനെ ഞാൻ തീ അണച്ച് നബിയെ, എന്നിട്ട് മക്കളെ കൊണ്ടേ കെടുത്തി. ഇനി എനിക്കുള്ള പേടി ഒറ്റ ഒന്നേ ഉള്ളൂ, യാ റസൂലല്ലാഹ്, എന്താണ് എനിക്കുള്ള പേടി? ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് തഖീറായാൽ, കുറച്ച് സമയം കൂടുതലായി കഴിഞ്ഞാൽ എന്റെ മക്കൾ എഴുന്നേൽക്കും നബിയെ. പക്ഷേ എഴുന്നേൽക്കുന്നത് കൊണ്ടല്ല എനിക്ക് പേടി. എന്താ പേടിയുള്ളത്? ഞാൻ ചൊല്ലുന്നതിനു മുമ്പ് അവരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്കതാ തൊട്ടടുത്ത അയൽവാസിയുടെ ഒരു മരം ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ നല്ല പഴങ്ങളുണ്ട്. ഞാൻ ചൊല്ലുന്നതിനു മുമ്പ് അവരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കിടന്നുറങ്ങിയ എന്റെ മക്കള് ആ പഴങ്ങളെടുത്തിട്ട് ഭക്ഷിക്കും നബിയേ. അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, ഞാനിവിടുന്ന് ചെന്നാൽ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ പഴങ്ങളൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് തന്നെ ഇടുക നബിയേ. ഞാൻ ആ പഴങ്ങളൊക്കെ പെറുക്കിയിട്ട് അങ്ങോട്ട് തന്നെ ഇടും. കാരണം എന്റെ മക്കൾ അതെടുത്ത് തിന്നുവല്ല എന്ന് പേടിച്ചിട്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് പെട്ടെന്നിന് പോയിട്ടില്ലെങ്കിൽ നബിയെ, എന്റെ മക്കൾ അതെടുത്ത് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നിന് പോകുന്നത് നബിയെ എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ വിഷമം വന്നുപോയി. കാരണം എന്താ? ചെറിയ മക്കളാണ്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് കരഞ്ഞത്. അവരെ ഉറക്കിയതോ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ തീ കത്തിച്ചിട്ട് അവർ ഉറക്കം വരുന്നത് വരെ അവരെ ഉറക്കി. അങ്ങനെ ഉറക്കിയ ചെറിയ മക്കള് അവരതാ ഒരു അന്യ മനുഷ്യന്റെ ഒരു പഴമെടുത്ത് ഭക്ഷിക്കുന്നതിനെ പോലും ഇത്രത്തോളം റബ്ബിനെ പേടിക്കുന്ന ഒരു മഹാൻ, ഇത്രത്തോളം റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട സമയത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പണി എന്തെന്നറിയുമോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ മരങ്ങട്ട്, ഗൾഫിൽ എന്നാണ് ബറാത്തിരാബ്, ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, ഇൻഷാ അല്ലാഹ് ഇനിയും പറയാം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അതാ ആ മരങ്ങട്ട് വിലക്ക് വാങ്ങാൻ പറയുകയും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മരം വിലക്കങ്ങട്ട് വാങ്ങി. എന്നിട്ടോ ആ മരങ്ങട്ട് വിലക്ക് വാങ്ങിയിട്ട് ഇദ്ദേഹത്തിനക്ക് സംഭാവന ചെയ്യാൻ കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പണി അതാണ്. ആ മരങ്ങട്ട് വിലക്ക് വാങ്ങിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്.
ഓക്കെ, അദ്ദേഹം ഇപ്പൊ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അവിടെ അത് അടിച്ചു കാണിക്കുന്നു. നാളെ വ്യാഴാഴ്ച ഗൾഫില് എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബഹ്റൈനില് നാളെയാണ് നമ്മുടെ അബ്ദുള്ള 970 എന്നുള്ള അടിയിൽ നിന്നുള്ള അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ UAE നാളെയാണ്, സൗദിയിൽ നാളെയാണ്, ഒമാനിൽ ഇനി എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അപ്പൊ നാളെയാണ് അസറിന് ശേഷമാണ് 3 യാസീന് ഓതേണ്ടത്. സൂറത്ത് ദുഖാനും മറ്റു ദുആകളും കാര്യങ്ങളും ഒക്കെ ഓതേണ്ടത് മഗ്‌രിബിന് ശേഷമാണ് എന്നിപ്പോ വന്നിട്ടുള്ളൂ എന്ന് അറിയിച്ച ആ സുഹൃത്തിന് കേൾക്കുന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിന് വേണ്ടി പറഞ്ഞതാണ്. വെള്ളിയാഴ്ച നോമ്പ്, ഇനി നാളെ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് നാളെ വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുള്ള ദിവസം കൂടിയാണ്. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. അപ്പൊ നാളെ നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാളെ നോൽക്കാം. ഈ മാസം മുഴുവനും നോൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നടക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും നടക്കും. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. ഈ മഹാനായ മനുഷ്യൻ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, തന്റെ മക്കള് ഒരു അന്യന്റെ ഒരു പഴം തന്റെ വീട്ടിലേക്ക്, തന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഒരു പഴം എന്റെ മക്കളെടുത്ത് തിന്നുമോ എന്ന് മഹാനവറുകൾ പേടിച്ചു. അപ്പൊ ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കുന്ന റബ്ബിനോട് നമ്മൾ ചോദിക്കണം. പക്ഷെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന രീതിയിലായിരിക്കണം ചോദിക്കേണ്ടത്. നമ്മളൊരുപാട് ഹറാമ് ചെയ്യും. കുറെ നേരം ടിവിയിൽ സീരിയൽ കണ്ടിട്ടിരിക്കും, കുറെ സമയം സീരിയലും സിനിമയും കണ്ടിരിക്കും. ഏതുവരെ? ആ ബറാത്തിന്റെ എന്താണ് ചക്കരച്ചോറാണ് ഞങ്ങളോടൊക്കെ വക്കല്, അങ്ങനെ പറയല്. ഓരോ ഭാഗത്തൊക്കെ ഓരോ ഐറ്റായിരിക്കും. അതാവുന്നത് വരെ സീരിയലും സിനിമയും കണ്ടിരുന്നിട്ട് പിന്നെ യാസീൻ ഓതിക്കണടാന്ന് ബാപ്പ അമ്മ ചോദിക്കുമ്പോൾ ഒരു യാസീൻ ഓതും അല്ലെങ്കിൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതുവരെ മക്കളെ തോന്നിയ രീതിയിൽ നടത്തിയിട്ട് പിന്നെ അതൊക്കെയാണ് ചെയ്തിട്ട് പിന്നെ റബ്ബിനോട് ദുആ ചെയ്യുക. അതല്ല, തന്റെ എല്ലാ കാര്യങ്ങളിലും റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക. അത് ഏത് വിഷയത്തിലായാലും, സംസാരത്തിലായാലും, നടത്തത്തിലും ഇരുത്തത്തിലും, ഏത് വിഷയത്തിനും അല്ലാഹ് എന്ന ഒരൊറ്റ ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട്. ആ ഒരു രീതിയിൽ അങ്ങനെ നടന്നിട്ട്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ മുൻനിർത്തി ഇബാദത്ത് ചെയ്യുക. റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. പടച്ചവനെ, ഞാൻ ഇതുവരെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, റബ്ബെ പുറത്തു തരണേ എന്നുള്ള ആ ഒരു ഒരൊറ്റ എന്ന ഒരൊറ്റ വിളി കൊണ്ട് സ്വർഗത്ത് കടന്ന ആളെ ചരിത്രം കേട്ടിട്ടുണ്ടല്ലേ നമ്മള്. എന്നുള്ള ഒരൊറ്റ വിളി കൊണ്ട് മാത്രം മനസ്സ് തട്ടിയിട്ടുള്ള വിളിയായിരിക്കണം. മനസ്സിൽ തട്ടുന്ന വിളിയായിരിക്കണം. മനസ്സിൽ തട്ടുന്ന വിളിയാതെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നിർബന്ധമായിട്ടും ഏത് വിഷയത്തിലും ഹലാലിനെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഹറാമിൽ നിന്ന് പാടെ ഒഴിഞ്ഞു നിൽക്കണം. ഹറാമിൽ നിന്ന് പാടെ ഒഴിഞ്ഞു നിൽക്കുക. സകല ഹറാമുകളും ചെയ്യുക, എന്നിട്ട് കുറെ റബ്ബിനോട് ചോദിക്കുക, റബ്ബ് തരുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തിനാ മഹത്തുക്കളായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ് മഹത്തുക്കളായ ആളുകളെ തവസ്സുൽ ആക്കുന്നത്? അവർ ചോദിച്ചാൽ റബ്ബ് മടക്കൂല. അവർ ചോദിച്ചാൽ റബ്ബ് മടക്കൂല. അതിനാണ് മഹത്തുക്കളായ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നത്. മഹത്തുക്കളായ ആലിമീങ്ങളെയും സയ്യിദന്മാരെ അടുത്ത് നമ്മൾ ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ അവരുടെ ജീവിതം സംശുദ്ധമായിട്ട് നല്ല രീതിയിലാണ് കൊണ്ടു നടക്കുന്നത്. ഈ അത്തിപ്പറ്റ ഒരാഴ്ച മുമ്പ്, ഒരാഴ്ച ആയിട്ടില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ എന്റെ വീട്ടിൽ ഇവിടെ വന്നപ്പോഴ് ഇവിടത്തെ അറബി സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ കൊണ്ട് വെള്ളം ഊതിപ്പിച്ച്, ഇവിടത്തെ അറബികള്, ഞാൻ ഊതിപ്പിച്ചത് ശരിയാണ്, എനിക്ക് ശാരീരികമായിട്ടുള്ള അസുഖം കാരണം ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ട് വെള്ളം ഊതിപ്പിച്ച്. അതേപോലെ ഇവിടുത്തെ അറബികള് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് കൊടുന്നിട്ട് ദുആ ചെയ്യാനും സ്റ്റെപ്പന്റെ ഉസ്താദിനെ കൊണ്ട് വെള്ളം ഉദിപ്പിക്കുകയും ചെയ്തു. ധാരാളം സിറിയക്കാരായ മറ്റ് പണ്ഡിതന്മാർ വരെ സദസ്സിലുണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ട് അവർക്ക് വരെ ഇത്തരത്തിലുള്ള വലിയ മഹാന്മാരെ കൊണ്ട് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാൽ, അവരെ കൊണ്ട് വെള്ളം മൂതിപ്പിച്ചാൽ ഉള്ള മഹത്വം മനസ്സിലാക്കിയവര്, ആ മഹത്വം അവർ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയുള്ള ആളുകള് അവര് ഒരു തെറ്റിലേക്കും അവരൊന്നും പോകുന്നില്ല. അതേപോലെ നമ്മൾ ആവണം എന്നല്ല, കഴിവിന്റെ പരമാവധി ഹറാമിയത്തിൽ നിന്ന് മാറി നിന്ന് റബ്ബിനെ പേടിച്ച് ജീവിച്ച്
സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും മറ്റു കാര്യങ്ങളും ഫർള് പിന്നെ നമുക്ക് ഒഴിവാക്കിക്കൂടാ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും റബ്ബ് സ്വീകരിക്കും. തീർച്ചയായിട്ടും റബ്ബ് സ്വീകരിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം തന്റെ അടിമകൾക്ക് എത്രത്തോളം പുറത്തു കൊടുക്കാൻ എത്രത്തോളം ചോദിക്കുന്നു, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നവനോടാണ് റബ്ബിനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ചോദിക്കുന്ന ആളുകളോടാണ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും താല്പര്യം. നമുക്ക് വലിയ പിഷ്കത്തരാണ് ചോദിക്കുന്ന കാര്യത്തില്. നിസ്കാരത്തിനു ശേഷമൊക്കെ ദുആ സുന്നത്താണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് എന്താ? അത് മഹത്തായ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പാതിരാത്രിയിലുള്ള ദുആ, പാതിരാത്രി വലിയ വിഷമങ്ങളൊക്കെ നേരിടുന്ന ആളുകൾ പാതിരാത്രി എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്ത് കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ നിസ്കരിച്ചിട്ട് തന്റെ കാര്യങ്ങൾ റബ്ബിലേക്ക് അങ്ങോട്ട് തവക്കുലാക്കി കഴിഞ്ഞാൽ, റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റബ്ബ് ഉത്തരം നൽകും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് നമ്മുടെ എല്ലാ രീതിയിലും എല്ലാ നിലക്കും ഹറാമിയത്തിൽ നിന്നൊക്കെ മാറി നിർബന്ധമായിട്ട് നിൽക്കണം. സാധാരണക്കാരായ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവനും തെറ്റിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകട വിഷയം എന്ന് പറയുന്നത് ഇശാ മഗ്‌രിബിനിടയിലുള്ള സീരിയലുകളാണ്. ഇതിൽ ധാരാളം ചെറുപ്പക്കാർ, ഗൾഫിലൊക്കെയുള്ള ധാരാളം ചെറുപ്പക്കാർ പെട്ടുപോയിട്ടുണ്ട്. ധാരാളം ചെറുപ്പക്കാർ അതിലൊക്കെ പെട്ടുപോയിട്ടുണ്ട്. ഒരു നിലക്കും അത് ഒഴിവാക്കിക്കൂടാ. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് തുടങ്ങി വെച്ചതിന് വലിയ നല്ല ഒരു മുഹൂർത്തം കണ്ട് വരുമ്പോഴാണ് ബാക്കി നാളെ എന്നുള്ളത്. ഏത് സന്ദർഭത്തിലും അത് കാണാൻ വേണ്ടി ഏത് നിലക്കും അവന് കെണിഞ്ഞ് ശ്രമിക്കുന്നതായിട്ട് മിക്ക ആളുകളെയും കാണാൻ സാധിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കാരണം ഇതിനൊക്കെയുള്ള ഏറ്റവുമുള്ള ഇതെന്താ, റബ്ബിന് പടച്ചവനെ മരിക്കണല്ലോ എന്ന ഒരു ബോധം ഇല്ല. മരിച്ചു പോണം എന്ന ഒരു ബോധം ഉണ്ട് എങ്കിൽ അത് അങ്ങനെ സംഭവിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചൂലേ, റസൂലല്ലാഹ് ഏറ്റവും വലിയ ധനം എന്താണ് എന്ന്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അഫ്ളലുഹു ലിസാനുൻ ദാകിറുൻ, റബ്ബിനിക്ക് ദിക്ർ ചൊല്ലുന്ന നാവ് ഏറ്റവും നല്ല ധന. നമ്മൾ വലിയ പണക്കാരാണ്, പൈസക്കാരി എന്നല്ല. റബ്ബിനിക്ക് ദിക്ർ ചൊല്ലുന്ന നാവ്, റബ്ബിനിക്ക് ദിക്ർ ചൊല്ലുന്ന നാവ്. മറ്റൊന്നെന്താ പറഞ്ഞത്? വഖൽബുൻ ഷാകിറുൻ, നന്ദിയുള്ള ഹൃദയം, ശുക്റുള്ള നന്ദിയുള്ള. മൂന്നാമത്തെ എന്താ പറഞ്ഞ? വസൗജത്തും മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, ഈമാനിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. ഈ ഒരു സിക്ർ ഏത് സന്ദർഭത്തിലും നമ്മുടെ നാവ് സിക്റിലായിരിക്കണം. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിൽ ഒരു സംശയമില്ല. നമ്മൾക്കൊക്കെ തോന്നിയേക്കാം നമ്മളൊക്കെ വലിയ ഇബാദത്തുകളും അല്ലെങ്കിൽ വലിയ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ 5 മിനിറ്റ് ഓരോ നിസ്കാരത്തിനേക്ക് കൂട്ടുകയാണെങ്കിൽ 25 മിനിറ്റ് മതി 5 വക്ത് നിസ്കാരിക്കാൻ. അതിന്റെ മറ്റ് സുന്നത്തുകളും കാര്യങ്ങളൊക്കെ കൂട്ടി 1 മണിക്കൂർ തന്നെ മാറ്റിവെച്ചാൽ തന്നെ ബാക്കി 23 മണിക്കൂറും നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ഇത് നമ്മളൊക്കെ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ തീർച്ചയായിട്ടും തന്റെ ഓരോരോ സെക്കൻഡിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കേണ്ടത്, അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണീല വറജുലുൻ സക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാഹു, അല്ലാഹുവിനെ ഓർത്ത് ഒറ്റക്ക് കരഞ്ഞ ചെറുപ്പക്കാരെന്നാ പറഞ്ഞത്. റബ്ബിനെ ഓർത്തിട്ട് ഇപ്പൊ കൂടുതൽ നമ്മളെ ക്ലാസ് റൂമിലൊക്കെ ചെറുപ്പക്കാരായ ആളുകളാണ്. ഒറ്റക്ക് റബ്ബിനെ ഓർത്തിട്ട് ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങോട്ട് കരയ, പടച്ചവനെ
റബ്ബിനെ ഓർത്തിട്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക എന്തിനു വേണ്ടിയായിരിക്കണം? റബ്ബിനെ ഓർത്തിട്ട് പടച്ചവനെ, മഹ്ശറയെ ഓർത്തിട്ട് പടച്ചവനെ എനിക്ക് ചെന്ന് നിൽക്കണമല്ലോ, എനിക്ക് ചെന്ന് നിൽക്കേണ്ട സ്ഥലമുണ്ടല്ലോ, എനിക്ക് പോയി കിടക്കേണ്ട സ്ഥലമുണ്ടല്ലോ, എന്നിൽ നിന്ന് മുൻകഴിഞ്ഞ് എന്റെ മുന്നേ മരണപ്പെട്ടു പോയ കുറെ ആളുകളുണ്ടല്ലോ, അവരൊക്കെ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിനൊക്കെ അങ്ങോട്ട് ഓർത്തിട്ട് പടച്ചവനെ എന്നുള്ള ആ ഒരൊറ്റ ചിന്തയോടുകൂടി മനസ്സ് തട്ടിയിട്ട് ഒരൊറ്റ വിളിയുന്ന മൂസാ നബിയ ഈസാ നബിയ അറിയില്ല, ഒരു ഓർമ്മയിൽ വല്ലതും വരുന്നില്ല. മൂസാ നബിയാണോ ഈസാ നബിയാണോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞില്ല അങ്ങയുടെ കൂട്ടത്തിൽ എനിക്ക് സ്വർഗത്ത് കിടക്കണമെന്ന്, അങ്ങയുടെ കൂട്ടത്തിൽ സ്വർഗത്ത്, ഞാൻ പ്രവാചകനാണ്, എന്റെ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗത്ത് കിടക്കാൻ പറ്റൂല, നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് 1-2 ദിവസങ്ങളായപ്പോഴും അദ്ദേഹത്തിന് എന്താ ഒരു മൃഗം പിടിച്ചു എന്ന് കേട്ട് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം എന്നത് അവിടെ അബ്ദുള്ള അറിയിച്ചതിൽ ശുക്രാൻ നന്ദി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചാൽ എന്താ റബ്ബേ, അദ്ദേഹം എന്റെ കൂടെ സ്വർഗത്ത് കടക്കണം എന്ന് പറഞ്ഞ് എന്നോട് ദുആ ചെയ്യിപ്പിച്ചു, കുറച്ച് സമയം ഇബാദത്തിലായിട്ട് നന്നായിട്ട് ജീവിക്കാൻ പോലും അവസരം കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞത്, മൂസാ നബി അദ്ദേഹം മൃഗം പിടിച്ച് മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സ് തട്ടിയിട്ട് എന്നെ ഒരു വിളി വിളിച്ചിട്ടുണ്ട്. അതുവരെ അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല, നോമനുഷ്ഠിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലാ എന്ന് വിളിച്ചിട്ട് പോലുമില്ല. പക്ഷെ മൃഗം പിടിക്കാൻ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ട് മനസ്സ് തട്ടിയിട്ട്. ആ ഒരൊറ്റ വിളിയാണ് അദ്ദേഹം ഇന്ന് സ്വർഗത്തിലെത്താൻ കാരണം എന്നാ. അപ്പൊ മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ തട്ടിയിട്ട് വിളിക്കണം. നമ്മളാരും മനസ്സിൽ തട്ടൂല. അല്ലാ എന്നുള്ള ആ വിളി ഉണ്ടല്ല, നമ്മളൊക്കെ നാവിലൂടെ കൊണ്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ മനസ്സിലേക്ക് അത് തട്ടുന്നില്ല. ആ മനസ്സിൽ തട്ടണം. അങ്ങനെയുള്ള ഒരു വിളി, ആ ഒരൊറ്റ വിളി കൊണ്ട് അദ്ദേഹം സ്വർഗത്ത് കടന്നെങ്കിൽ, അങ്ങനെയുള്ള മനസ്സ് തട്ടിക്കൊണ്ടുള്ള ആ ഒരു വിളി, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അങ്ങനെയായിരിക്കണം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ. അതുപോലെ തന്നെ ഈ മാസത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം മറ്റൊന്ന്, അതുപോലെ തന്നെ അർശിന്റെ തണലുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാണ് എന്ത്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദി. എല്ലാ സമയത്തും സന്ദർഭത്തിലും പള്ളിയുമായിട്ടായിരിക്കും അവന്റെ ബന്ധം. പള്ളിയുമായിട്ട് ഏത് സമയത്തും ബന്ധപ്പെടുക. കഴിവിന്റെ പരമാവധി റൂമിൽ നിന്ന് നിസ്കരിക്കാൻ നോക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതല്ല, എല്ലാ സമയത്തും കഴിവിന്റെ പരമാവധി പള്ളിയുമായിട്ട്, ഒരു ജമാഅത്തെങ്കിലും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം. ജമാഅത്തെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ജമാഅത്തെങ്കിലും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം. സൗദിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നിരുന്ന കാലത്ത് അവിടെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ബാങ്ക് കൊണ്ട് കൊടുത്താൽ അപ്പൊ സെറ്റർ താഴ്ത്തണം. നമ്മളെന്നലെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. ചില ആളുകൾ ആ ചാൻസിന് റൂമൊക്കെ അങ്ങോട്ട് മാറും. ചില ആളുകൾ റബ്ബിനെ പേടിയുള്ളവർ ജമാഅത്തിന് പള്ളിയിൽ പോകും. ചില ആളുകൾ രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. മുമ്പടക്കുന്നാണ് ബഹുമാനപ്പെട്ട അമീർ സാഹിബ് അറിയിച്ചിട്ടുള്ളത്. ചില ആളുകൾ ആ സന്ദർഭത്തിൽ റൂമുക്ക് നേരാണ്ട് മാറുന്ന ഇത് കണ്ടിട്ടുണ്ട്. ഏതായാലും കട അടപ്പിക്കണം എന്നുള്ള വലിയൊരു ഹൈറൻ അവിടെ UAE-ലൊന്നും അതില്ല. തോന്നിയ മാതിരി എപ്പോഴും തുറന്നിരിക്കാനുള്ള ഒരു അവസരം UAE-ലൊക്കെ ഉണ്ട്. ഏത് നിസ്കാരം അവിടെ നടന്നാലും വേണ്ടില്ല, മറ്റെന്ത് നടന്നാലും വേണ്ടില്ല. സത്യത്തിൽ ആ വിഷയത്തിലൊക്കെ സൗദിയെ പിൻപറ്റലായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. എന്നാ കുറെ ആളുകൾ ആ ഒരവസരത്തിലെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സമയം കണ്ടെത്തുമല്ല. അപ്പൊ ഹാരിഷിന്റെ തണലൊക്കെ കിട്ടാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളാണ് കൂടുതൽ നമ്മുടെ ക്ലാസ് റൂം കേൾക്കുന്നത് കൊണ്ട് മാത്രം ആ വിഷയം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമാണ്. ഏത് സമയത്തും പള്ളിയിൽ റാസൽ ഖൈമയിൽ ആദ്യം ഉണ്ടായിരുന്നു എന്നൊരു സുഹൃത്ത് അറിയിച്ചിട്ട്. റാസൽ ഖൈമയിൽ ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നാല ഇപ്പൊ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കൂല. അപ്പൊ ഏത് സമയത്തും പള്ളിയിൽ, എന്നിട്ട് ഇതാ ഹറജ മിൻഹു, അഥവാ വല്ല ആവശ്യത്തിനും അവൻ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടാൽ എന്താണ് അവന്റെ ഉദ്ദേശം?
അവിടേക്ക് തന്നെ മടങ്ങണം എന്നാണ്. ഹത്താ യഊദ ഇലൈഹി, അതിലേക്ക് തന്നെ മടങ്ങണം എന്ന ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ആളുകൾ പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുക. പള്ളിയും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കാനെങ്കിലും സമയം കണ്ടെത്തണം. പള്ളിയിൽ പോയിട്ട് പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ ഏറ്റവും അഫ്ളലുള്ളത് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ്. അതിനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം. ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഈ കുറഞ്ഞ ദുനിയാവിലെ ഈ കുറഞ്ഞ ജീവിതത്തില് നമുക്കൊരു ജീവിതം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മളെ ജീവിതമല്ല, നമുക്ക് ജീവിതം തുടങ്ങാനിരിക്കുന്നുള്ളൂ. ഈ നല്ല നല്ല മാസങ്ങളും നല്ല നല്ല ദിവസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യവാനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്ത് എത്ര കാരുണ്യവാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരു നന്മ ഉദ്ദേശിച്ചാൽ തന്നെ അവന് ചെയ്ത പ്രതിഫലം ഉണ്ട് എന്ന്. ചെയ്താലോ 70 എന്ന് പറയുന്നുണ്ട്, 700 എന്ന് പറയേണ്ടത് 70,000 എന്നും പറയുന്നുണ്ട്. എന്നാൽ ഒരു തിന്മ ചെയ്താലോ ആ ഒരൊറ്റ ശിക്ഷ മാത്രമേ ഉള്ളൂ, ഒരു തിന്മക്കുള്ള ശിക്ഷ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര കാരുണ്യവാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളെ ജീവിതത്തെക്കുറിച്ചും? അല്ലെങ്കിൽ അതല്ലേ തന്റെ നെഫ്സിനെ അറിഞ്ഞവൻ റബ്ബിനെ അറിഞ്ഞു. ഫഖദ് അറഫ റബ്ബാന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബിനെ അറിഞ്ഞു. സ്വന്തം നെഫ്സിനെ അറിഞ്ഞ ഒരാള് റബ്ബിനെ അറിയും തീർച്ചയായും. പക്ഷെ നമ്മളെ നെഫ്സിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, നെഫ്സിനെ അറിയും നമ്മൾ എപ്പോഴും എന്നറിയാം. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യും എന്ന ഒരവസരം എപ്പോഴാണെന്നറിയാം. ഒരു ചെറിയ ഒരുവിധ അസുഖവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, ഗുളിക തരും, മരുന്ന് തരും, അതങ്ങോട്ട് കഴിക്കും, അതങ്ങോട്ട് മാറും. എന്നാൽ അത് ഒരല്പം മൂർജിക്കുകയോ കുറച്ച് വിഷമം സംഭവിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ മാത്രമാണ് നമ്മൾ റബ്ബിലേക്ക് അടുക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് നമുക്ക് റബ്ബിന് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് നമ്മൾ മഹത്തുക്കളായ ആളുകളുടെ അടുത്ത് പോയിട്ട് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എല്ലാ വിഷയത്തിനും മഹത്തുക്കളുടെ അടുത്തേക്ക് ഓടണം എന്നല്ല, ഡോക്ടറെ അടുത്തേക്ക് പോകണ്ട എന്നല്ല. പക്ഷെ റബ്ബിനെ നമ്മൾ ഒരല്പമെങ്കിലും അറിയുന്നത് എപ്പോഴാണ്? ഒരു രോഗം നമുക്ക് കാഠിന്യമായിട്ട് ഇങ്ങോട്ട് തരുമ്പോഴാണ്. കാഠിന്യമായിട്ട് തരുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റ് മാർഗം ചിന്തിക്കുന്നത്. അവിടെ ഒരു യാസീൻ നേർച്ചയാക്കുവാനോ, ഒരു ഖത്തം നേർച്ചയാക്കുവാനോ, ഒരു ബദരീങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതുവാനോ, അല്ലെങ്കിൽ മഹത്തുക്കളായ ആളുകളെ പിഎമ്മുകൾ ദയവ് ചെയ്ത്, എനിക്ക് നെറ്റ് സ്ലോ ആണ്, നിസ്കാരത്തില് ശ്രദ്ധ ദുആ ചെയ്യാൻ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ദയവ് ചെയ്ത് PM ദയവ് ചെയ്ത് ഒരല്പസമയത്തേക്ക്, ഞാൻ ഇപ്പൊ മൈക്ക് വിടാം, ഒരല്പസമയത്തേക്കൊന്ന് PM ചെയ്തായിരിക്കും. എന്റെ നെറ്റ് വളരെ സ്ലോ ആണ്. പിന്നെ DND ആക്കാനൊക്കെ പറയാം. ഞാൻ DND ആക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത്, പിന്നെ PMങ്ങൾ ഫുള്ളായിട്ടുണ്ട്, അതുകൊണ്ട് നെറ്റ് സ്ലോ ആണ്. ഞാൻ ഇപ്പൊ മൈക്കിൽ വിടാം, മറ്റാരെങ്കിലും ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരും. അപ്പൊ അതുകൊണ്ട് ഏറിയാൽ ഒരു 5 മിനിറ്റും കൂടെ മാത്രം. ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്മിന് പ്രത്യേകം ക്ഷണിച്ച് ആ രീതിയിൽ അങ്ങനെ മൈക്കെടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം, നമ്മള് റബ്ബിനെ ഓർക്കുന്നത്, അത് ഞാനായാലും ഞാൻ മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറയുന്നത് ദയവ് ചെയ്ത്, പിന്നെ DND ആക്കാം മൈക്ക് വീണ്ടും. നമ്മൾ റബ്ബിനെ ഓർക്കുന്ന സന്ദർഭം എപ്പോഴാണെന്നത് പറയുന്നത്, ഞാൻ എല്ലാവരും എന്നെ സംസാരിക്കുന്ന എന്നെപ്പോഴും ആയിക്കോളുന്നില്ല. ഞാൻ എന്റെ ഒരു വിഷയം, അല്ലെങ്കിൽ ഞാൻ അടുത്തൊരുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആളുകളുമായിട്ട് നമ്മളെ ക്ലാസ് റൂമിൽ ഒരുപാട് റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരും നല്ല സാധാരണക്കാരായ ആളുകളുണ്ട്. ദയവ് ചെയ്താലും തെറ്റിദ്ധരിക്കരുത്. അപ്പോ എന്നെ കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിച്ചില്ല. റബ്ബിലേക്ക് ഏറ്റവും നമ്മൾ റബ്ബിനെ ശരിക്കും കൊണ്ട് ഓർക്കുന്ന ഒരു സന്ദർഭം വരുന്നത് വല്ലാത്ത ഒരു കാഠിന്യമായ രോഗം കൊണ്ട് വരുന്ന സന്ദർഭത്തിലാണ്. പടച്ചവനെ എനിക്ക് രോഗം വന്നല്ലോ, മാറ്റിത്തരണേ എന്ന് ദുആ ചെയ്യുന്ന സത്യത്തിൽ അപ്പോഴാണ്. എന്നാൽ ഏത് സമയത്തും ഏത് അവസരത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കണമെന്ന്, ഏത് അവസരത്തിലും അല്ലാഹ് എന്ന ആ ഒരു ചിന്ത അതുമായി തന്നെ നല്ല മഹത്തുക്കളായ സാലിഹീങ്ങളായ ആളുകളുമായിട്ട് ഏത് സമയത്തും നമ്മുടെ സഹവസിക്കുക. നല്ല മനുഷ്യരുമായിട്ട്, നല്ല ആളുകളുമായിട്ട് സഹവസിക്കാൻ ശ്രമിക്കുക. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സാധാരണക്കാരായ ആളുകൾ ഇന്ന്
സാധാരണക്കാരായ ആളുകൾ ഇന്ന് എന്നെക്കാളും 100%, ഈ മൈക്കിൽ സംസാരിക്കുന്ന എന്നെക്കാളും 100% റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, കള്ളു കുടിച്ച് തോന്നി പോലെ നടന്നിരുന്ന ആളുകള് വളരെ വലിയ നല്ല സ്ഥാനത്ത് എത്തിപ്പെട്ടതും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതുണ്ട്. അതെന്താണ്? മഹത്തുക്കളായ അങ്ങനെയുള്ള നല്ല ആളുകളുടെ കൂട്ടത്തില്, നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് നമ്മളുടെ സഹവാസമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മുടെ സഹവാസമെങ്കിൽ ഒരു നിലക്കും നമ്മൾ വഴിപിഴച്ച രീതിയിൽ അവർ നമ്മളെ നയിക്കൂല. ഒരു നിലക്കും നമുക്ക് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ നല്ല താടിയും തലപ്പാവും കാര്യങ്ങളും വെച്ച് സത്യത്തിൽ അവരൊന്നും ഒരു മദ്രസ മുഅല്ലിം പോലും അർഹതയില്ലാത്ത ആളുകൾ. ഞാനൊക്കെ നാട്ടിൽ അധ്യാപകനായിട്ടൊക്കെ പള്ളിയിലും ഇതിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരാൾ എന്ന് വെക്കുക. ഇത് സാധാരണക്കാരായ ആളുകൾ ഇന്ന് വളരെ അധികം ഇബാദത്തിലായിട്ടും സുന്നത്ത് നിസ്കാരവും സുന്നത്ത് നോമ്പും തഹജ്ജുദും വിത്തറും കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ആ കറക്റ്റ് സമയമാകുമ്പോൾ ദുഹാ നിസ്കാരമൊക്കെ ആ കൃത്യസമയത്ത് അതാവുമ്പോൾ നിസ്കരിക്കാനുള്ള ആ ഒരു ചിന്ത വരെ മഹത്തുക്കളായ എത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ കൂട്ടത്തില് ജീവിച്ചിട്ട് മനസ്സിലാക്കി ഇന്ന് വളരെ അധികം റബ്ബിലേക്ക് അടുത്ത് ജീവിക്കുന്ന കുറെ ആളുകൾ എനിക്കൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കണം നമ്മൾ, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. ഞാൻ ആ വിഷയത്തിന്റെ ബറാഅത്ത് രാവിലെ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും അതിന്റെ അവിടെ ദുആ ചെയ്യേണ്ട രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു എത്തിപ്പെട്ടു എന്ന് മാത്രമാണ്. അപ്പൊ നമ്മൾ ആദ്യം റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. എന്തിനേറെ പറയുന്നു? നമ്മുടെ റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹം നോക്കണം. നാം കഴിക്കുന്ന ഭക്ഷണം അത് തന്റെ ഹലക്കുന്ന അങ്ങോട്ട് ഇറങ്ങുന്നില്ല എങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? എന്തായിരിക്കും? അത് മാത്രം ചിന്തിച്ചാൽ പോരെ. നാം കുടിക്കുന്ന വെള്ളം അത് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, എന്താ സ്ഥിതി? അപ്പൊ ഇതൊക്കെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അതാണ് വഖൽബുൻ ഷാക്കിറുൻ എന്ന് പറഞ്ഞത്. ഏത് വിഷയത്തിനും നമുക്ക് റബ്ബിനോട് ശുക്ർ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവയോട് ശുക്ർ ചെയ്യണം. ഒന്ന് ബാത്റൂമിൽ പോയിരുന്നിട്ട് മൂത്രമൊഴിക്കാനുണ്ട്, പക്ഷെ മൂത്രം പോകുന്നില്ല, എന്താ നമ്മളവസ്ഥ? റബ്ബ് സുബ്ഹാനഹു വ തആല അതല്ല നമ്മളെ നഫ്സിനെ നമ്മൾ അറിഞ്ഞിക്കണോ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന് പറഞ്ഞത് അതല്ലേ? നമ്മളെ ശരീരത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല. റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾ ആദ്യം അറിയണം. പടച്ചവനെ മൂത്രമൊഴിക്കാൻ പോയിരുന്നിട്ട് മൂത്രം അങ്ങോട്ട് പോകുന്നില്ല, അപ്പോഴാണ് നമ്മളെ നഫ്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അപ്പൊ നമുക്ക് ഓർമ്മ വരും, പടച്ചവനെ ഇങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ചും ഒരു ചെറിയ മുള്ളൊന്ന് കാല് കുത്തിയാ പോരെ, കാല് താഴത്തേക്ക് വെക്കാൻ പറ്റുമോ? ഒരു വിരലിന് ചെറിയൊരു മുറി സംഭവിച്ചാ പോരെ, ഒരു പഴുപ്പ് സംഭവിച്ചാ പോരെ? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ഏത് കാര്യം ചിന്തിച്ചു നോക്കാണ്. തന്റെ ചുമ്മിയ കണ്ണ് ഇങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല, എന്താ അവസ്ഥ? നമ്മുടെ കണ്ണ് ഇങ്ങനെ ചുമ്പി ഉണ്ട്, അതിങ്ങോട്ട് തുറക്കാൻ കഴിയുന്നില്ല, എന്താ നമ്മളവസ്ഥ? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ധാരാളം അനുഗ്രഹങ്ങൾ. ഇതിനൊക്കെ ഏത് സമയത്ത് ഇതാണ് പറഞ്ഞത്, തന്റെ നഫ്സിനെ കുറിച്ച് ആദ്യം അറിയണം. തന്റെ നഫ്സിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അത്രയും നിഅമത്ത് അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഇന്ന് പണം കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ കുറച്ച് പണം, എല്ലാവരും അങ്ങനല്ലട്ടാ, വലിയ മഹത്തുക്കളായ ആളുകളൊക്കെ, വലിയ പണം ഉള്ള ആളുകളൊക്കെ ധാരാളം റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് സഅലബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രക്കഥാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ, മൈക്കിൽ കുറച്ച് കൂടുതൽ സമയമായിക്കണം, ഞാൻ ആർക്കെങ്കിലും മൈക്ക് വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ജമാഅത്തിന്
ഉണ്ടായിരുന്ന ആളാണ് സഅലബ റളിയല്ലാഹു അൻഹു. എല്ലാ സമയത്തും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചിരുന്ന ആള്. നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്നിന് പോകുമ്പോ റസൂലുള്ള ചോദിച്ചു കൊടുക്കാൻ ഫോണ്. എന്താ സഅലബ പറഞ്ഞ മറുപടി? യാ റസൂലല്ലാഹ്, ഞാൻ ഈ ധരിച്ച വസ്ത്രം മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് അയച്ചു കൊടുത്തിട്ട് മറ്റെന്തെങ്കിലും കൊണ്ട് എന്റെ ഹൗറത്ത് മറച്ചിട്ട് ഞാനത് അയച്ചു കൊടുക്കും, എന്നിട്ട് വേണം ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ. അത്രയും സൂക്ഷ്മത പാലിച്ചിരുന്ന മഹാൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതെന്താണ്? റസൂലുള്ളാഹ്, എനിക്ക് കുറച്ച് സ്വത്തുണ്ടാകാൻ, സമ്പന്നനാകാനെന്ന് ദുആ ചെയ്യുന്ന റസൂലുള്ളാഹ് എന്താ പറഞ്ഞത്? ഒരാളും വലിയ സമ്പന്നനാകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യൂല. പക്ഷെ സഅലബയുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, പടച്ചവനെ സഅലബക്ക് എന്ത് കൊടുക്കണേ, കുറച്ച് സമ്പത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ സഅലബക്ക് ആടിനെ കൊടുത്തു എന്ന ചരിത്രത്തിൽ കാണാം. ആട് പറഞ്ഞാൽ വലിയ ബർക്കത്തുള്ള സാധനമാണ്. മുഅല്ലിമീങ്ങളെ മാതിരിയാണ്. മുഅല്ലിമീങ്ങൾക്ക് 1500, 2000, 3000 റുപ്യൊക്കെ ശമ്പളം ഉണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് വലിയ ബർക്കത്താണ്. മറ്റുള്ളവർ കഴിഞ്ഞു കൂടുന്നത് പോലെ അവർ കഴിഞ്ഞ വൃത്തിയിലും ശുദ്ധിയിലും 4 ആൾ കാണുന്നടിയിലും മുഅല്ലിമീങ്ങൾ മറ്റുള്ളവരെ കാട്ടി വളരെ മുൻപന്തിയിലുമാണ്. വളരെ കുറഞ്ഞ ശമ്പളമുള്ളൂ. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ അവർക്കൊക്കെയുള്ള ശമ്പളം വളരെ കുറച്ചാ, പക്ഷെ വലിയ ബർക്കത്തയിലുണ്ട്. അതുപോലെ തന്നെ ആട് എന്ന ജീവി റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്ത സാധനമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ത്? ഒരാട് 1 2 പ്രസവം ഉണ്ടാവുള്ള ഒരു പ്രസവത്തില് ഒരു പട്ടി 8 10 പ്രസവിക്കും. എന്നാ ഓരോ ദിവസവും നമ്മൾ അങ്ങാടിയിലൊക്കെ ആയിരക്കണക്കിന് ആടുകളെ അറുത്ത് പോകുന്ന ആട് കിട്ടായിട്ട് എവിടെയും ഭക്ഷണം ഇല്ലാകാതിരുന്നിട്ടില്ല. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്തൊരു ജീവിയാണ് ആട്. അതാണ് സഅലബക്ക് കൊടുത്തത് എന്നാണ്. അങ്ങനെ സഅലബയുടെ ആടുകൾ അധികരിച്ചെന്നല്ല, മലഞ്ചെരുവേല് മുഴുവനും സഅലബയുടെ ആടുകൾ കൂടി. ളുഹ്ർക്ക് വന്നിരുന്ന സഅലബ പിന്നെ അസ്ർക്ക് കാണൂല, അസ്ർക്ക് വന്നാ പിന്നെ മഗ്രിബിക്ക് ഉണ്ടാവൂല, മഗ്രിബിക്ക് വന്നാ പിന്നെ ഉണ്ടാവൂല. ഇങ്ങനെ ഓരോ സമയങ്ങളിൽ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അവസാനം സഅലബ ജമാഅത്തിനെ വരാറായി എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തോട് ചോദിച്ചത് എന്താണ്? എവിടെയാണ് സഅലബ? കാണുന്നില്ലല്ലോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, റസൂലേ, സഅലബ നിസ്കരിക്കാറുണ്ട്, പക്ഷേ പള്ളിക്ക് ജമാഅത്ത് വരാറില്ല, അവിടെ തന്നെ നിസ്കരിക്കലാണ് പതിവ്. കാരണം ആടുകൾ കണ്ടമാനം അധികരിച്ചിട്ടുണ്ട്, വലിയ പണക്കാരനായിട്ടുണ്ട്, ഭയങ്കര പൈസക്കാരനായിട്ടുണ്ട്. അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് പിരിക്കാൻ വേണ്ടി സഹാബത്തിനെ പറഞ്ഞയച്ചെന്ന സക്കാത്ത് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ സഅലബ ആട്ടി ഓടിച്ച് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് അവിടുന്ന് ആട്ടി ഓടിച്ച് സക്കാത്ത് കൊടുത്തില്ല. നോക്കണം നിങ്ങൾ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചിരുന്ന ഒരു മനുഷ്യന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിനോട് ദുആ ചെയ്തത് പ്രകാരം ധാരാളം ആടുകളെ കൊടുത്ത് വലിയ സമ്പന്നനായി. അതേ ആളടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന് ആളെ പറഞ്ഞയച്ചപ്പോൾ അവിടുന്ന് ആ സ്വഹാബത്തിനെ ആട്ടി ഓടിച്ചു. പിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സക്കാത്തായിട്ട് വന്നു എന്നും ചരിത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വീകരിച്ചിട്ടില്ല. അങ്ങനത്തെ സഅലബ അവസാനം മരണപ്പെട്ട രംഗം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടാണ്, മുർത്തദ്ദായിട്ടാണ് മരണപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോ ഇവിടെ സംഭവിച്ചത് സ്വത്ത് അധികരിച്ചപ്പോഴേക്കും അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ ദീനിനെയും ഒക്കെ മറന്നുപോയി എന്നാണ്. എല്ലാരും അങ്ങനെ ആണ് എന്നല്ല, പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇവിടെ നമുക്ക് റബ്ബിനെ ഓർമ്മ വരുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞു വരികയാണ്. റബ്ബിനെ ഓർമ്മ വരുന്നത് ഒന്നുകിൽ പറ്റ പാപ്പറായിരിക്കുന്ന ഒരു അവസരം റബ്ബിന് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ മാരകമായ രോഗം. ചെറിയ ഒരു വിഷയത്തിലൊന്നും റബ്ബിന് ഓർമ്മ വരില്ല. മാരകമായ രോഗം തന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന സന്ദർഭത്തിലും ഒന്ന് റബ്ബിനെ ഓർക്കും. പോരാ, റബ്ബിനെ ഏത് സമയത്തും ഓർക്കണം. തന്റെ നെഫ്സിനെ കുറിച്ച് ശരിക്കും അറിയുമ്പോൾ റബ്ബിനെ അറിയും. അതിനാണ് തന്റെ നെഫ്സിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഏത് സമയം മനുഷ്യൻ ചിന്തിക്കുക. ഏത് സമയത്തും
ഭാര്യ ഭക്ഷണം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ വായിലേക്ക്, അത് വായിലേക്ക് കണ്ട് വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ സംഭവിച്ചുകൂടെ? റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹമാണ് നമുക്കൊക്കെ. ഇതൊക്കെ ഈ ക്ലാസ് റൂമിലൂടെ സംസാരിക്കുന്നുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹി അൽഫ മർറ. ധാരാളം സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം. അപ്പൊ നമ്മൾ ഏത് അവസരത്തിലും അല്ലാഹ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരോ സമയവും കടന്നു പോകേണ്ടത്. റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്ന ആ സന്ദർഭത്തിൽ മാത്രം പോരാ, ആ സന്ദർഭത്തിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് കാണാം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ അസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലയുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. റൂഹ് തൊണ്ടക്കുയിൽ ഇങ്ങോട്ട് എത്തുന്ന സന്ദർഭത്തിൽ പറയും മനുഷ്യനെന്നാ, പടച്ചവനെ പിന്തിച്ചിട്ട് ദാ റബ്ബേ ഞാൻ അമല് ചെയ്തോളാ, അസ്വദ്ദക്ക ഞാൻ സ്വതക്ക കൊടുത്തോളാ, വഅകും മിനസ് സ്വാലിഹീൻ ഞാൻ സ്വാലിഹീങ്ങൾക്ക് ഉൾപ്പെട്ടോളാ എന്ന് മനുഷ്യൻ പറയും. പക്ഷേ അവിടുന്ന് പിന്നെ അജലിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്തിക്കൂല. അത് റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്ന സന്ദർഭത്തിലേ പറയുള്ളൂ. ആ സമയമല്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരുങ്ങി തയ്യാറാകണം. ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, പടച്ചവനെ ഇതിനൊക്കെ എന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണ്, അൽഹംദുലില്ലാ ശുക്ർ, അൽഹംദുലില്ലാ ശുക്ർ. പുറത്തിറങ്ങി കണ്ണുങ്ങട്ട് കാണുന്നില്ല, എന്താ നമ്മളവസ്ഥ? സംസാരിക്കണം എന്നുണ്ട്, നാവ് പൊന്തുന്നില്ല. എനിക്കറിയാം, സമസ്തയുടെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഞാൻ അറിയുന്ന ആള്. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വലിയ ദർസ് നടത്തുന്ന പണ്ഡിതനല്ലെങ്കിലും ഒരു മദ്രസ അധ്യാപകനും ഫത്ഹുൽ മുഈനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളായിരുന്നു. അദ്ദേഹം ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഒരു പണി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നാവനങ്ങൂല, മരണം വരെ നാവനങ്ങിയിട്ടില്ല. മരണം വരെ നാവനങ്ങിയിട്ടില്ല. പരിചയക്കാരൊക്കെ കാണുമ്പോൾ കരയാനെ പറ്റുള്ള ഭയങ്കര കരച്ചില്. പലതും സംസാരിക്കണമെന്ന് അവരോടൊക്കെ തോന്നും, പക്ഷെ കരച്ചിലാണ് വരല്. ഇത് ഇതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ സമസ്തയെ വിഭജിച്ചതിന് ശേഷം അത് അറിവുള്ള ആളായിരുന്നു. ആ കാലത്തൊക്കെ അങ്ങനത്തെ ആ കാലഘട്ടത്തിലൊക്കെ അന്ന് ഫത്ഹുൽ മുഈനൊക്കെ തിരിച്ചും മറിച്ചു ഓതാന്ന് പറയും. അതായത് ഫത്ഹുൽ മുഈൻ നന്നായിട്ട് ഓതി പഠിക്കും, വീണ്ടും വീണ്ടും. അത്രയും ഫിഖഹിന്റെ മസ്അലകൾ മനസ്സിലാവാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ ഫിഖഹിന്റെ മസ്അല മനസ്സിലാവാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം അതാണ്. ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് 2ഉം 3ഉം തവണ ബോധന് അങ്ങേയറ്റം ഫിഖഹിന്റെ മസ്അലകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണത്. അതെല്ലാവർക്കും നമുക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്കൊക്കെ പറ്റും അത്. അപ്പൊ ഞാൻ ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു വരുന്നത് വരെ നാവ് അനക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു തൊഴിൽ മൂപ്പർക്കുണ്ടായിരുന്നു. അത് സമസ്തയുടെ ആലിമീങ്ങളെ ചീത്ത പറയുള്ളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമസ്തയുടെ ആലിമീങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹത്തുക്കളായ ആളുകളായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടു പോയ ആളുകളായിരുന്നാലൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ വിഷയം ഇതായിരുന്നു, ബറാഅത്ത് രാവിന്റെ വിഷയങ്ങളായിരുന്നു. അപ്പൊ അതിന് അവിടെ ഇബാദത്തുകളും കാര്യങ്ങളും ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക, എന്നിട്ട് റബ്ബിലേക്ക് മടങ്ങുക. അപ്പൊ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുക. അടുത്ത റമളാനിലേക്ക് വേണ്ടി. അതല്ലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാന വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂൽ പറഞ്ഞത് എന്താ? റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേന്ന്. റമളാൻ വരെ ഞങ്ങളെ എത്തിക്കണേ, അല്ലെങ്കിൽ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ. അതായത് ഞങ്ങൾ ആയുസ്സിനെ നീട്ടിട്ട് തരണേ. അതിനാണ് ആ ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് യാസീനോദനം പറഞ്ഞത്. പുണ്യമാക്കപ്പെട്ട മാസത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. ആ ഒരു രാവാണ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. നാട്ടിലുള്ളവർ നാളെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അവർക്ക് മറ്റന്നാളാണ്.
അപ്പൊ ഇനിയിപ്പോ നാളായാലും മറ്റന്നാളായാലും ഒക്കെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ പറ്റിയ പവിത്രമായ മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തിനക്ക് 1-ന് 70-ഉം 700-ഉം 70,000 പ്രതിഫലമുള്ള റമളാനാണ് വരാൻ പോകുന്നത്. വേണ്ട പോലെ ഇബാദത്ത് ചെയ്ത് അവന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നമ്മ ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. ആരും ആ വിഷയത്തിൽ ആരും തേഞ്ഞ ആളുകളല്ല, ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആളുകളാണ്. റബ്ബിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുക എന്ന് മാത്രമേ മാർഗമുള്ളൂ. ഔഫറത്തു ഷഹീദു കുല്ലുഹു ഇല്ലദ്ദൈനെന്നല്ലേ, ഒരു ഷഹീദിനിക്ക് വരെ ഒക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും ഇല്ലദ്ദൈന്, കടം ഒഴികെന്ന ഹദീസിലുള്ളത്. ഒരു ഷഹീദായ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് അവനക്ക് എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും ഇല്ലദ്ദൈന്, കടം ഒഴികെ. അപ്പൊ അത്രയും ആ വിഷയത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ പ്രവേശിക്കുന്നില്ല. കടം എന്ന് പറയുന്നത് അതൊക്കെ ഇന്ന് നമ്മൾക്ക് ഒരു ഇതുമില്ലാതെ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന ആളുകളാണ്. അതിനെക്കുറിച്ച് യാതൊരു പ്രയാസം നമുക്കില്ല. വലിയ വീട് വെക്കണം, അല്ലെങ്കിൽ വലിയ ആളാവണം, വലിയ വണ്ടി വാങ്ങണം എന്നൊക്കെ ഉദ്ദേശത്തിൽ ധാരാളം കടങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കൂട്ടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും ആവണം എന്ന ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അതിന് കടം വാങ്ങിയിട്ട് കടം എന്ന് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതൊക്കെ നമ്മളൊന്നും ആലോചിക്കാറില്ല. അതൊക്കെ വലിയ വീടോ വലിയ കാറോ അല്ല. ഷഹീദായ മനുഷ്യനിക്ക് ഓഫിറത്തു ഷഹീദു കുല്ലുഹു ഇല്ലദ്ദൈന, ഷഹീദിനിക്ക് ഒക്കെ അല്ലാഹു പുറത്തു കൊടുക്കും ഇല്ലദ്ദൈൻ, കടം ഒഴികെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഗൾഫ് നാടുകളൊക്കെ ജീവിക്കുന്നത് നമ്മൾ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയത് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് കടം എന്നൊക്കെ പറഞ്ഞാൽ. അത് ആ വാങ്ങിയ ആളെ കൊണ്ട് പൊരുത്തപ്പെടുക്കുക മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരു രക്ഷയില്ല. അത് റബ്ബ് വരെ പുറത്തു കൊടുക്കൂല. അയാള് പുറത്തു തരിക തന്നെ വേണം. അത് ഷഹീദിനെ കുറിച്ചാണ്. എന്നാൽ നമ്മളൊന്നും അങ്ങനല്ല. നമ്മളൊക്കെ ഈബത്തുകളും നമീമത്തുകളും മറ്റ് ഏത് വിഷയങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ പൊരുത്തപ്പെടിച്ച് ഇങ്ങനെ റബ്ബിലേക്ക് മടങ്ങാൻ, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഇവിടെന്ന് തന്നെ നമ്മൾ ഒരുങ്ങി തയ്യാറാവണം. അത് റൂഹ് തൊണ്ടക്കുയിലെത്താൻ സമയത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടി നമ്മൾ ഓരോരോ സമയവും സെക്കൻഡും നമ്മൾ ഇവിടെ തന്നെ നമ്മൾ അതിനൊക്കെ ഒരുങ്ങി തയ്യാറാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കൊക്കെ ചെയ്യട്ടെ. നമ്മൾ മാത്രം പോരാ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ എന്നാ പറഞ്ഞത്. ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ നെഫ്സിനെയും നിങ്ങളുടെ അഹ്ലിക്കാരുടെ നെഫ്സിനെയും നരകത്തിൽ നിന്ന് കാക്കാനാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മാത്രം പോരാ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഭാര്യ, മക്കള്, അടുത്ത ബന്ധുക്കള്, അല്ലെങ്കിൽ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമാക്കപ്പെട്ട ആളുകള്, അവരെ നെഫ്സിനെയും കൂടി നരകത്തിൽ നിന്ന് കാക്കാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ചില ആളുകൾ വലിയ നിസ്കാരം, നോമ്പും കാര്യങ്ങളൊക്കെ നടക്കും. മക്കളോ മറ്റ് ഭാര്യയോ മറ്റു ബന്ധപ്പെട്ട ആളുകളോ അവർ തോന്നിയ പോലെ റബ്ബിനെ പേടിയില്ലാതെ ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അത് മാത്രം പോരാ, അതിനും നമ്മൾ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നന്നാവലോട് കൂടി നമ്മളെ ഭാര്യ, മക്കള്, ഉത്തരവാദപ്പെട്ട മറ്റ് ആളുകളെയൊക്കെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരൊക്കെ നമ്മൾ ആക്കി തീർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. കാരണം തന്റെ മക്കൾ ഒരിക്കലും നാളെ റബ്ബിന്റെ ഇടയിൽ നമുക്കെതിരിൽ സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഏത് സമയത്തും നമ്മൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ മോനെ നിസ്കരിച്ചിട്ടുണ്ടാ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കായിരിക്കണം നമ്മൾ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ മോനെ നിസ്കരിച്ചിക്കണ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. അസറിന്റെ അവസാന സമയം വരെ ളുഹുറിനെ പിന്തിക്കുന്ന ഒരവസ്ഥ നമ്മളെ സ്ത്രീകൾക്കൊക്കെ ഉണ്ട്. ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരൊറ്റ ഓട്ടാണ് ഡ്രസ്സ് കൊടുത്തിട്ട് ബാത്റൂമിലേക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു പക്ഷേ അങ്ങോട്ട് വീട്ടിലോട് കൂടി ഒരു പക്ഷേ അസർ. എന്തിനാണ് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക്? ആ ഉത്തമമായ വക്തിൽ തന്നെ നിസ്കാരം അവരോട് നിർവഹിക്കാൻ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. നിസ്കാരം അതിന്റെ ഉത്തമമായ വക്തുണ്ട്. അത് നമുക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്.
ആ സമയത്ത് തന്നെ നിസ്കരിക്കാൻ പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മളെത്തണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നല്ല അടിമകളായ കൂട്ടത്തില് നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഏതായാലും ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടാവും ഞാൻ മൈക്കിൽ തുടരുന്നു. ഇനി മറ്റാരെങ്കിലൊക്കെ മൈക്കിൽ വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അരമണിക്കൂറും കൂടി കഴിഞ്ഞാലും മഗ്‌രിബിന്റെ ഒക്കെ ടൈമായി. കുറച്ചൊക്കെ ചെറിയതായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്ന ഐഡിന്ന് ബഹുമാനപ്പെട്ടവര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിശുദ്ധമായ മാസത്തെ അതിന്റെ ഹുർമത്തോടു കൂടി ആദരിക്കാനും ഇബാദത്ത് ചെയ്യാനും പരിശുദ്ധ റമളാനിലേക്ക് എത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.